എടാ വിനോദേ, നീ ലോകം നന്നാക്കാൻ നടക്കുക. വലിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണത്രേ. എടാ, ഇന്നീ തീയതി വരെ അമ്മയോടോ അമ്മാവനോടോ കസിംസിനോടോ ഒരു നല്ല വാക്ക് നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചേച്ചി വെരി ബിസി ഫെലോ. അതിന് അദ്ദേഹത്തിന് നേരം കിട്ടിയിട്ട് വേണ്ടേ? നിങ്ങളുടെ ഒന്നും പോക്കത്ര ശരിയല്ല. അമ്മയുടെ വളച്ചിട്ടൊന്നും വേണ്ട. എന്റെ അധികാരം യാതൊരു കാരണവശാലും ഞാൻ ദുർവിനിയോഗം ചെയ്യില്ല. ചെയ്യില്ല. ഈ വയസ്സുകാലത്ത് എന്റെ വീട്ടില് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോ ഒന്നെന്നെ സഹായിക്കാനോ ഒരു വാക്ക് പറയാനോ നീ കൂട്ടാക്കിയില്ല. നിനക്കിതിന്റെ പദവി അധികാരം മാത്രം മതിയല്ലോ. സ്വന്തം ബന്ധമൊക്കെ വെറും പുല്ലാണ് ചേച്ചി. ഇന്നേ തീയതി വരെ കോടതി കണ്ടിട്ടില്ലാത്ത വല്യമ്മ ഇൻകം ടാക്സ് കേസിൽ പ്രതിയായി കൂട്ടിൽ കയറി നിൽക്കുന്ന കാഴ്ച കാണാൻ വിനോദിന് എന്ത് സന്തോഷമായിരിക്കും. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. അത് അമ്മയല്ല, മറ്റാരായാലും ശരി. എന്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കും. അതിലാരെയും കൈകടത്താൻ ഞാൻ അനുവദിക്കില്ല. என்று சொல்லடி கிளிய சோலை சூழ்மலை வாழ் வேலனிடம் என் நிலையை சொல்லச் சொன்னேன் என்று சொல்லச் சொன்னேன் என்று சொல்லச் சொன்னேன் என்று 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 ഹൈ ഹൈ സവാഷ്. അല്ലാ ആരാ മഴപെട്ടോ? തിരുമൽ ദേവ, ഒന്നും പറയണ്ട. പണ്ടാറടങ്ങി ആകെ ബസ്കേടായി. എന്താ? 6 ഉണ്ടല്ലോ, രാകേശും രമേശും. അവർ ഭയങ്കര തലവേദനയാണ്. ഇപ്പൊ ഒരുത്തൻ കൂടി കൂടിയിട്ടുണ്ടല്ലോ. അവന്റെ പേരെന്താണ് പറയാൻ കൊടുക്കേണ്ടത്? ഓമനക്കുട്ടൻ, ഓമനക്കുട്ടൻ. അതിനു വേണ്ടി ഞാൻ എന്ത് വേണം? പിന്നെ കുഞ്ഞു മുഹമ്മദിനെ കോശിച്ചതിന് ഫോൺ കോൾ ഉണ്ടായിരുന്നു. അവരെ തീർത്ത് കെട്ടണം. അവനെ ഞാൻ തീർത്ത് കെട്ടും. ഇല്ലെങ്കിൽ കെട്ടിയിട്ട് പിന്നെ തീർക്കും. അതെ, നിങ്ങൾക്ക് വലിയ പ്രയാസമില്ലാത്ത കാര്യമാണല്ലോ. പിന്നെ നമ്മുടെ ആ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, അവന്റെ പേരെന്താണ് പറയാൻ കൊടുക്കേണ്ടത്? അവന്റെ പേര് വിനോദമാണ്. വിനോദിനി. അവനെ ആദ്യം കൊടുക്കണം. പിന്നെ ആകട്ടെ 3 പേർ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ എന്തിനാ? എന്താണ്? നമ്മുടെ സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ കാര്യം വളരെ ഭദ്രമായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മളെ പോലീസ് അറിയരുത്. നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ നമ്മൾക്കിട്ട് നോക്കി പിടിക്കും. നോക്കി പിടിച്ചാൽ എന്താ, പിടിച്ചു നോക്കിയാൽ എന്താ? നീ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട്. പോകുമ്പോൾ മുത്തുവിനെയും കൂടി കൂട്ടിപ്പോ. എന്ത്? വിനോദിനെ തട്ടിയെന്നോ? നന്നായി. ഈ അനുഭവം തന്നെ രാകേഷിനും രമേശിനും ഉണ്ടായിരിക്കണം. കൂട്ടത്തിൽ ചെത്തോമനയുടെ കാര്യം മറക്കരുത്. കൊല്ലോട്ട. ശരി സാർ, വെക്കട്ടെ. Dear officers from crime branch, നിങ്ങൾ യാതൊരു കാരണവശാലും ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് പോകാൻ പാടുള്ളതല്ല. നിങ്ങളുടെ പാസ്പോർട്ടും ബാങ്ക് അക്കൗണ്ടും ഞങ്ങൾ കണ്ടുകെട്ടിക്കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഞങ്ങളോട് സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. നമ്മുടെ രാകേഷിന്റെ അസുഖമൊക്കെ സൈക്യാട്രിസ്റ്റിനെ കണ്ടതോടെ പമ്പ കടന്നു. മുരുക, അവൻ നന്നായിരിക്കട്ടെ. എന്നിട്ട് അവൻ എവിടെ? അവര് വല്ല ബീച്ചിലോ പാർക്കിലോ പോയി കാണും. ചെറിയ പ്രായല്ലേ, അവര് പോയിട്ട് വരട്ടെ. അവരുടെ സന്തോഷല്ലേ എന്റെ സന്തോഷം. അത് പിന്നെ പറയണ്ട ചേച്ചി. ചേച്ചി എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അതാണ് എന്റെയും സന്തോഷം. കഴിഞ്ഞതെല്ലാം ചേച്ചി മറക്കണം. എന്റെ പിരിമോനെ പറ്റി വിചാരിക്കാത്ത ദിവസങ്ങളില്ല. അവനിപ്പോ ജീവിച്ചിരുന്നെങ്കിൽ. ചേച്ചി എന്താണ് ഇങ്ങനെ കരയുന്നത്? എല്ലാം മറക്കാനുള്ള കഴിവും ദുഃഖം താങ്ങാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. നിനക്കതൊക്കെ പറയാൻ എളുപ്പമാണ്. എന്റെ കുഞ്ഞിന്റെ കാര്യം. ചേച്ചി നോക്കിക്കേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പടങ്ങും. ചേച്ചിക്ക് ഇപ്പോഴാവശ്യം വിശ്രമാ. പോ, നടക്കൂ. നമസ്കാരം. നമസ്കാരമുണ്ട്. ഇരിക്കാൻ കൊടുക്കടോ.
ഇത്തിരി വിശേഷു സുഖനൈവേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എന്ത് വിശേഷം? ആ, ഞാൻ വന്നത് ഒന്നും പറയണ്ട. കൂടുതലായി ജാനകിയമ്മ ഒന്നും പറയാൻ കൊടുക്കണ്ട. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. നമ്മുടെ തലയിൽ സ്കഡ് മിസൈൽ വന്ന് വീഴാൻ പോണെന്ന് പറഞ്ഞാലും ശരി, തീർമൽ ദേവനാണ് സത്യം. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. അങ്ങനെയല്ല പട്ടു. ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ? ജാനകിയമ്മയ്ക്ക് എന്താണ് നമുക്കില്ലാത്ത താല്പര്യം ഗൗരിയിൽ? എനിക്ക് ആകെ ഉണ്ടായിരുന്നവൻ എന്നെ വിട്ടിട്ട് പോയി. ഭട്ടിനും ഗൗരി മാത്രമല്ലേ ഉള്ളൂ. എന്താണോ ജാനകിയമ്മയെ പറയാൻ കൊടുക്കേണ്ടത്? ഗൗരി നമ്മുടെ മകളാണ്. അവളുടെ കാര്യം നമ്മൾ നോക്കിക്കോളാം. ഗൗരിയുടെ സന്തോഷല്ലേ ഭട്ടിന്റെ സന്തോഷം. തന്നെയുമല്ല, അവര് കൂടുതൽ അടുക്കുകയും ചെയ്തു. കണ്ട നല്ല ജോഡി. നമ്മൾ ജാനകിയമ്മോട് പറഞ്ഞോ അവരോട് അടുക്കാൻ കൊടുക്കാനായിട്ട്? നമ്മുടെ ലാസ്റ്റ് തീരുമാനമാണിത്. ജാനകിയമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാൻ കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോടോ. ഭട്ടിനെ തലയ്ക്ക് വട്ട. ആ, രണ്ടും ഒന്ന് തന്നെയാണ്. ബട്ടും ഒന്ന് തന്നെയാണോ? കാലത്തു തന്നെ തല പിടിക്കാൻ വന്നിരിക്കുകയാണോ പണ്ടാണ് ഞാൻ? ഞാനേ അവരുടെ കല്യാണം നടത്തി കൊടുക്കും, നോക്കിക്കോ. അത് കൊല്ലം. ആർക്കാണ്? മുട്ടയാണോ ഇത്? പണ്ടാറ്. ഹായ്. താനാണോ ഞങ്ങളെ തല്ലാൻ ആളെ അയച്ചത്? തിരുമൽ ദേവനാണ് സത്യം. നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ല. ഓഹോ, കൊടുത്തിട്ടില്ലല്ലേ? നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ലേ? ശരി. ആ, സരി സരി. തിരുമൽ ദേവ, നമ്മുടെ താറായില്ലോ. ഇതെന്താണ് ഇവിടെ മതിൽ പോക്കി നോക്കാൻ പറ്റില്ല പണ്ടാറ. ഏതാണ് വഴി? അതിലേ പോകാം. അതിലേ പോയിട്ടില്ലെങ്കിൽ ഇതിലേ പോകാം. അതിലേ പോകാം. ഏതിലെങ്കിലും പോകാം പട്ടാറം. തിരുമൽ ദേവ, ഭഗവാനേ. അയ്യോ, പോലീസ് വരുന്നുണ്ട്. ദൈവമേ, പോലീസിന്റെ കയ്യിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിളിഞ്ഞ മാംഗോ ജ്യൂസ് എടുക്കും. പാമ്പ്! അയ്യോ, ഞാൻ ആരാണ്ടി ഓസ് കൊണ്ടെന്ന് വഴിയിലിട്ട് ആളെ പഠിപ്പിക്കാൻ പറ്റിയിരിക്കുന്നത്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ ഗൗരി? ഗൗരി മോളെ, അപ്പനാണ് വാതിൽ തുറക്കുന്നേ. പോലീസ് പറഞ്ഞുണ്ട്. ഇവളവിടെ പോയി കിടക്കാണ്. കാലത്തു തന്നെ അവൾ പതിൽ പൊക്കി നോക്കി സ്നേഹം കൊടുക്കാൻ പോയി. അയ്യോ, പുറപ്പടി, നമ്മളാണ് അപ്പനാണ്. കല്യാണി, ഇവരൊക്കെ എവിടെ പോയിരിക്കാം. വാതിൽ തുറക്കുക. പൊന്നു സാറേ, നമ്മളെ തലല്ലേ? തലേ സത്ത് പോകും. നമ്മളെ ഒരു കിഡ്നി പോയിരിക്കണം. അതാണ്. പിടിക്കില്ല. അയ്യോ, നമ്മൾ നടന്നു പോയി അയ്യോ, എന്നെ അവിടെ കേട്ടില്ലേ? എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ലല്ലോ. എന്നെ പിന്നിൽ കയറ്റിയാൽ മതി. പതുക്കെ വിടണേ. മുറുക്കി പിടിക്കോ. താഴെ വീണാ മത്തങ്ങ വീണാ മതി. തട്ടി പൊട്ടി പോകും. എന്താ 3 പേര് മാത്രം യൂണിഫോമിൽ വന്നു? നിങ്ങൾ യൂണിഫോം അലക്കാൻ കൊടുത്തിരിക്ക? മിസ്റ്റർ മാണിക്യം, തന്നെ അലക്കാനാണ് ഞങ്ങൾ വന്നത്. സെർച്ച് ദ ഹൗസ്. യു ആർ അണ്ടർ അറസ്റ്റ്. അറിയും. ഇരിക്കും. സാർ തന്നെ ഇവരുടെ ചീഫ് ഓഫീസർ? അതെ. വീട് വരെ വന്നു. ഒരു ലാർജ് സാപ്പിട്ട് പോയാൽ എനിക്കൊരു സന്തോഷം. മിസ്റ്റർ മാണിക്യം, താങ്കൾ ഇതിനകത്ത് ഡയമണ്ട്സ് ഒളിച്ചു വെച്ചിട്ടുണ്ടോ? അത് ഗോൾഡ് ഫിഷ് സാർ. അത് ഡയമണ്ട് എല്ലാം സാപ്പിടാது സാർ. ഇതിന്റെ മുകളിൽ സ്വർണ്ണ തകിടങ്ങാനും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇതിന്റെ മുകളിൽ വെറും സിമന്റ് സാർ. ഇല്ലടാ, പോലീസുക്ക് പാർട്ടി കൊടുക്കണോ? എന്താ തപ്പാ? കടിക്ക് സാർ. മിസ്റ്റർ മാണിക്യം, തന്നെ പോലെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ കയ്യിലിരിക്കട്ടെ. കൊലപാതകം, മയക്കുമരുന്ന് കച്ചവടം, സ്മഗ്ലിംഗ്, ഇതൊക്കെ ആസൂത്രിതമായി നടത്തുന്നില്ലടാ നീ. ഒന്ന് വിട്ടുപോയി സാർ. റേപ്പ്. നാണം കെട്ടവനെ. ഞാൻ തന്നെ. പക്ഷെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. എഴുതേടാ. മുറികളൊക്കെ സീൽ ചെയ്ത് കഴിഞ്ഞു സാർ. ഫയൽസ് എല്ലാം എടുത്തോ? ഈ അയോഗ്യ റാസ്കലിനെ വില വെക്കണം സാർ. സാർ, ആൾക്കാർ കണ്ടാൽ അവമാനം. നമ്മൾ ഫ്രണ്ട്സ് പോലെ പോവാ. എന്ത് ബലം! കൈയെടുക്കണ. ഇട കൈ. നിന്റെ ഒരു അപമാനം. എന്റെ പുറാവേ, പൊന്നു മോളെ,
നീയെങ്കിലും രക്ഷപ്പെട്ടു. ഹാ! ഈ മാണിക്കത്തെ കാൺസ്റ്റബിൾ കൈ പിടിക്കുവോ? സാർ നിങ്ങൾ പിടിക്കൂ സാർ. കയറാൻ വേണ്ടിയില്ലേ? നിങ്ങൾ എങ്ങനെയാ നടന്നു വരുവോ? ആ ஜிபி கேரளா ஜீப்ல வந்தால் சீப்பா இருக்கும் சார். நடக்கறா. மெதுவாப்பா, புது பொண்ணு மாதிரி கூட்டி போ. மாமனார் வீட்டுக்கு தானே போறான். കോഴിശ്ശേരി തറവാട്ടിലെ സ്വത്ത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാരും അത് അനുഭവിക്കാൻ പാടില്ല. ഇവനൊന്നും ചെയ്തു വരുത്. ഇയാൾ ആരാന്ന് നിങ്ങൾക്കറിയില്ല. ഈ മനുഷ്യൻ തളർന്നു കിടക്കുമ്പോൾ അനാഥമായ കുടുംബത്തെ രക്ഷിച്ച് ഈ നിലയിലെത്തിച്ച മാന്യ വ്യക്തിയാണ് ഇയാൾ. ചേട്ടാ, ചേട്ടനാണ് യഥാർത്ഥ മനുഷ്യൻ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഇതുവരെ ഞാൻ ഈ മഹാഭാവികളുടെ കയ്യിൽ ഒരു കളിപ്പാവയായിരുന്നു. മക്കളെ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിങ്ങളുടേതാണ്. ഏതായതാ എന്റെ മക്കളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നീയാണ് ഇനി ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്.